ഹരി ഓം. ശ്രീകൃഷ്ണ കർണാമൃതം ശ്രീ ലീലാശുക കവിയുടെ ശ്രീകൃഷ്ണ കർണാമൃതം 1-ാം സർഗത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ. സ്തോക നിരുദ്ധ്യമാന മൃദുല പ്രസ്യന്തി മന്ദസ്മിതം പ്രേമോദ്ഭേദ നിരർഗള പ്രസൃമര പ്രവ്യക്തരോമോദ്ഗമം ശ്രോതൃശ്രോത്ര മനോഹര വ്രജവധൂലീലാമിധോ ജൽപിതം മിഥ്യാസ്വാപം ഉപാസ്മഹേ ഭഗവത ക്രീഡാ നിമീലദൃശഃ. സ്തോക നിരുദ്ധ്യമാന മൃദുല പ്രസ്യന്തി മന്ദസ്മിതം. അല്പമായിട്ട് അടക്കി പിടിച്ചിട്ടും വളരെ ലോലമായ ഒരു തീരെ ചെറിയതായ ഒരു മന്ദസ്മിതം കിനിഞ്ഞൊഴുകുന്നവനും എന്ന് വെച്ചാൽ ഇന്നത്തെ എഴുതിയിരിക്കുന്ന അർത്ഥം അതുപോലെ ഞാൻ പറയുക. കിനിഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഒന്ന് നമ്മൾ കുറേശ്ശെ വെളിയിലോട്ട് വിട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ പോലെ വെള്ളമൊക്കെ പതുക്കെ തുറന്ന് വിടുന്നത് പോലെ വളരെ അടക്കി പിടിച്ചാണ്. എന്നിട്ടും മൃദമായ ഒരു മന്ദസ്മിതം, അതാണ് ഭഗവാന്റെ മന്ദസ്മിതത്തിനൊരു പ്രത്യേകതയാണ്. അതുപോലെ പ്രേമം, ഭഗവാന്റെ ഉള്ളിൽ ആ പ്രണയം ഉണ്ടാകുമ്പോൾ ഏറ്റവും വ്യക്തമാകുമാറ്, ഏറ്റവും നമുക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ രോമാഞ്ചം കൊണ്ടിരിക്കുന്നവനും, രോമാഞ്ചം പുളകം നമുക്ക് മനസ്സിലാകുന്ന പോലെ അദ്ദേഹം ആർദ്രനായിരിക്കുകയാണ്. ആ ഗോപസ്ത്രീകളുടെ, അതായത് കേൾക്കുന്നവരുടെ കാതുകൾക്ക്, ഗോപസ്ത്രീകൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു, ആ കേൾക്കുന്നവരുടെ കാതുകൾക്ക്, അതായത് നമുക്ക് കേൾവിക്കാർക്ക് വളരെ സുഖം നൽകുന്ന കളിവാക്കുകളൊക്കെ, നമുക്ക് കളിവാക്കുകൾ, തമാശകൾ, ഭഗവാന്റെ പ്രണയ കലഹങ്ങൾ, പ്രണയ സംഭാഷണങ്ങൾ ഒക്കെ അതാണ് പറയുന്നത് കേട്ടോ. വളരെ സൗഹൃദമായിട്ട് പ്രണയപരമായിട്ട് ഒക്കെ പറയുന്ന കളിവാക്കുകൾ എന്നുദ്ദേശിക്കുക. നമ്മൾ പറയുക ചെറിയ തമാശകൾ പറയുന്നത് ഭഗവാന് നമ്മളെ സന്തോഷിപ്പിക്കാൻ, ഗോപികമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സൂത്രവാക്കുകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ചുകൊണ്ടും ആ കളിവാക്കുകളെയൊക്കെ ആസ്വദിച്ചുകൊണ്ടും കളിയായി കണ്ണുകൾ ചിമ്മി കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സ്വാപം ഉറക്കം. മിഥ്യാസ്വാപം എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം നടിച്ചു കിടക്കുക, കള്ള ഉറക്കം. അതിനെ ഞാൻ ഉപാസിക്കുന്നു. ഭഗവാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിങ്ങനെ ചെറിയ അടക്കി പിടിച്ചിട്ടും ചിരി പൊട്ടിപ്പോകുന്ന തരത്തിൽ വെളിയിലോട്ട് ചെറുതായിട്ട് ഒഴുകുന്ന ഒരു മന്ദസ്മിതവും കൊണ്ട് ഉറങ്ങിക്കിടക്കുന്നയാൾ മറ്റവർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് സന്തോഷിച്ച് വളരെ പ്രണയാർദ്രനായി കിടക്കുന്ന ആ കൃഷ്ണനെ, എങ്ങനത്തെ കൃഷ്ണനെയാ? കപട ഉറക്കം നടിച്ച്, അതായത് ശരിയായിട്ടുള്ള ഉറക്കമല്ല, കപട ഉറക്കം നിദ്രയെ ഞാൻ ഉപാസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിചിത്രപത്രാവലിശാലി ബാലാ സ്തനാന്തരം മൗനി മനോന്തരം. ബാലാ സ്തനാന്തരം തന്നെയാണ് കേട്ടോ, സ്തനം എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ. അപാസ്യ വൃന്ദാവന പാദപാസ്യമുപാസ്യമന്യന്ന വിലോകയാമഹ. ആപാസ്യ വൃന്ദാവന പാദപാസ്യം ഉപാസ്യ, അവിടെ പാസ്യം നാക്കാം, എന്നിട്ട് ഉപാസ്യമന്യെന്ന വിലോകയാമഹ. അത് വിചിത്ര പത്രാവലിശാലി ബാലാസ്തനാന്തരം. ഇലയിൽ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ കൂടെ ശരീരഭാഗങ്ങളിൽ സുഗന്ധലേപനങ്ങൾ അണിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന്. ആ കാര്യത്തിനാണ് വിചിത്ര പത്രാവലി. കണ്ടോ, പത്രാവലി എന്ന് പറഞ്ഞാൽ ഇലയിൽ ദ്വാരങ്ങളുണ്ടാക്കി ആ സുഗന്ധലേപനങ്ങളൊക്കെ അണിയും അവിടെ ഇവിടെ. അപ്പോൾ അതങ്ങ് പോകാതെ ഇരിക്കത്തക്ക രീതിയിൽ ശോഭിക്കുന്ന ബാലികമാരുടെ സ്തനങ്ങളുടെ മധ്യഭാഗമോ മൗനി മനോന്തരം, മൗനം പൂണ്ട് ധ്യാനത്തിലിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയാന്തർഭാഗമോ അവിടെയൊക്കെയാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. വൃന്ദാവന പാദപാസ്യം വാ, വൃന്ദാവന പാദപം വൃക്ഷം, പാദപാസ്യം അവിടെ ആസ്യം ഇരിപ്പിടം, വാ അപാസ്യ അന്യത്, അപാസ്യ അതും അല്ലാതെ
വേറെ അന്യത വേറെ ഉപാസ്യം ശ്രീകൃഷ്ണൻ ഇരിക്കാൻ അർഹതയുള്ള സ്ഥാനം ഞാൻ കാണുന്നില്ല. ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥാനം ഏതൊക്കെയായിരിക്കുമെന്ന് ഓർക്കുക. എന്തൊക്കെയായിരുന്നു? വിചിത്രപത്രാവലിശാലി ബാലാസ്തനാന്തരം മൗനി മനോന്തരം വാ അപാസ്യ വൃന്ദാവന പാദപാസ്യം ഉപാസ്യമന്യന്ന വിലോകയാമഹ. സാർത്ഥം സമൃദ്ധൈരമൃതായമാനൈഃ ആത്മായമാനൈർ രാന്ന് വെട്ടിട്ട് ആത്മാനമാനൈർ മുരളീ നിനാദൈഃ മൂർധാഭിഷിക്തം മധുരാകൃതീനാം ബാലം കഥാ നാമവിലോകയിഷ്യേ. അർത്ഥം പറഞ്ഞിട്ടുള്ള പുസ്തകം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്ന അർത്ഥം അത് മനസ്സിലാക്കിയാലും അത് പിരിക്കാനും ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഒരാൾ പറയുമ്പോൾ അതൊന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടും. ക്ലിയറായിട്ടെന്ന് വെച്ചാൽ അത് പിരിക്കണം എന്നങ്ങ് തോന്നും, അവിടെ എഴുതുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് അർത്ഥം എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം. അമൃതായമാനൈ അമൃത തുല്യമായതും ആത്മായമാനൈ കണ്ട ആത്മ എന്നുള്ളത് അങ്ങനെ തന്നെ ആത്മായമാനൈ ദിക്കുകളെല്ലാം പൂരിപ്പിക്കുന്നതും സമൃദ്ധൈ മുരളീ നിനാദൈ വളരെ സമൃദ്ധമായ മുരളി. സമൃദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിലുള്ള മുരളീനാദങ്ങളാൽ മൂർധാഭിഷിക്തം അഭിഷേകം ചെയ്യപ്പെട്ടവനും മധുരാകൃതീനാം സാർദ്ധം വളരെ സുന്ദര രൂപത്തോടു കൂടിയവനുമായ ബാലനെ ആ ഭഗവാനെ കഥാ നാമ വിലോകയിഷ്യേ എന്നാണ് ഞാൻ കാണുന്നത്. അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ അറിയാം, പക്ഷേ ആ സ്ഥലത്ത് എങ്ങനെയാണ് ഞാൻ ഭഗവാനെ കാണുന്നത്, എന്നാണ് കാണുന്നത് ഞാൻ എൻ്റെ ഭഗവാനെ. ശിശിരീകുരുതേ കഥാ നഃ ശിഖിപിഞ്ചാഭരണ ശിശുർദൃശോഃ യുഗളം വിഗളൻ മധുദ്രവ സ്മിതമുദ്രാ മൃദുനാ മുഖേന്ദുനാ. മയിൽപ്പീലി ശിഖിപിഞ്ചാഭരണം, അതായത് മയിൽപ്പീലി എല്ലാം വൃത്തിയായിട്ട് അടുക്കി കെട്ടി അത് ഒരു ആഭരണമാക്കിയിരിക്കുന്ന ഭഗവാൻ ഉണ്ണി. അതുപോലെ ശിശു വിഗളൻ മധുദ്രവ സ്മിതമുദ്ര മൃദുന ഭഗവാന്റെ ആ സുന്ദരമായ വായിൽ കൂടി ഒഴുകി പുഞ്ചിരി പൊഴിക്കുന്ന മുഖേന്ദുന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് കഥാന്നു എന്നാണ് ദൃശോ യുഗളം. യുഗളം എന്ന് പറഞ്ഞാൽ ദൃശോ യുഗളം രണ്ട് കണ്ണ്, യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകളും ദൃശോ യുഗളം എൻ്റെ രണ്ട് കണ്ണുകളെയും ശിശിരീകുരുതേ എങ്ങനെയാണ് എന്നെ ഒന്ന് തണുപ്പിക്കുന്നത്. ശിശിരം എന്ന് പറഞ്ഞാൽ തണുപ്പ്, ശിശിരം എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം എന്നൊക്കെയുള്ള അർത്ഥത്തിലല്ലേ. അപ്പോൾ എന്നെ ഒന്ന് തണുപ്പിക്കുന്നത് എന്നാണ് എൻ്റെ രണ്ട് കണ്ണുകളും. എങ്ങനെയാണ് തണുപ്പിക്കുന്നത്? ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തണുക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഭഗവാന്റെ പീലി ചൂടിയ അതുപോലെ പീലി ചൂടിയ ശരീരം അതിൻ്റെ ഭാഗത്തിന് ഏറ്റവും മുകളിൽ തലയിൽ പീലിയാണല്ലോ ചൂടുന്നത്. അതുപോലെ അവിടെ തന്നെ ആ മുഖത്തുണ്ടായ ആ മുഖത്ത് എന്ന് വെച്ചാൽ മുഖത്ത് ആണല്ലോ വായിരിക്കുന്നത്. അപ്പോൾ വായിൽ കൂടി ഒഴുകി വരുന്ന ആ പുഞ്ചിരി പൊഴിക്കുന്ന മന്ദസ്മിതമൊക്കെ പൊഴിക്കുന്ന ആ മുഖചന്ദ്രൻ, ആ മുഖമാകുന്ന ചന്ദ്രനെ എന്നാണ് ഞാൻ എൻ്റെ ആ ഭഗവാനെ, സുന്ദരനായ ഭഗവാനെ ഞാൻ എന്നാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് എൻ്റെ കണ്ണിനെ ഒന്ന് തണുപ്പിക്കുന്നത്. അതൊക്കെ ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തിനെയാണ് വർണ്ണിക്കുന്നത്. കാരുണ്യ കർപ്പൂര കടാക്ഷ നിരീക്ഷണേന താരുണ്യ സംവലിത ശൈശവ വൈഭവേന ആപുഷ്ണതാ ഭുവനമദ്ഭുത വിഭ്രമേണ ശ്രീകൃഷ്ണചന്ദ്രശിശിരീകുരു ലോചനം മേ. അതും ഇത് തന്നെ അർത്ഥം, അത് ഏകദേശം അത് തന്നെയാണ്. അത് എന്നാണ് കാണുന്നത് എന്ന് ചോദിച്ചെങ്കിൽ ഇതിനകത്ത് ശിശിരീ ഗുരു കുളിർപ്പിക്കണമേ മേ ലോചനം, എൻ്റെ കണ്ണുകളെ കുളിർപ്പിക്കണമേ. ആ ഭഗവാന്റെ കാരുണ്യം കളിയാടുന്ന ആ ഭഗവാന്റെ നോട്ടം കൊണ്ട്, അതുപോലെ യൗവനത്തിൻ്റെ കൂട്ടുപിടിച്ച ചെറുപ്പത്തിൻ്റെ ആ കേമം കൊണ്ടും ലോകത്തിന് പരിപോഷം നൽകുന്ന ഭഗവാന്റെ അത്ഭുത വിലാസങ്ങൾ കൊണ്ടും അല്ലയോ ഭഗവാനെ
ഭഗവാനാകുന്ന ചന്ദ്ര, എൻ്റെ കണ്ണുകളെ കുളിർപ്പിക്കണമേ. ആ കുളിർപ്പിക്കുന്ന എന്നാണെന്ന് ചോദിച്ചു പറയാം, എനിക്ക് വേഗം തന്നെ ആ കുളിർമ നൽകണമേ എന്ന്. എൻ്റെ കണ്ണുകൊണ്ട് ഭഗവാനെ കാണുമാറാകണമേ എന്ന് കവി പറയുക. കഥാവാ കാളിന്തി കുവലയദള ശ്യാമളതര കടാക്ഷാലക്ഷ്യന്തേ കിമപി കരുണാവീചി നിചിത കഥാവാ കന്ദർപ്പ പ്രതിഭടജടാ ചന്ദ്രശിശിര കമപ്യന്തസ്തോഷം ദദതി മുരളീ കേളി നിനദാ. കാളിന്തി കുവലേ ദള ശ്യാമളം തരാന്ന ആദ്യത്തേത്. കാളിന്തിയിലെ യമുന നദിയിലെ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഏറ്റവും കറുത്തവയും. കരിങ്കൂവളപ്പൂക്കൾ അറിയാം അല്ലേ? നമ്മൾ ഈ നദികളിലൊക്കെ ഒഴുകി നടക്കുന്ന ഒരു തരം പായൽ പോലത്തെ ചെടി, അതിലാണ് ഇങ്ങനെ നീല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിനാണ് കരിങ്കൂവളപ്പൂക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ കൂളമായിട്ടതിന് ബന്ധമില്ല കേട്ടോ. കരിങ്കൂവളപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കറുത്ത ഇരുണ്ട വയലറ്റ് കളർ അതിന്. കരുണാവീചി നിചിത കാരുണ്യത്തിൻ്റെ അലകൾ, വീചി അലകൾ നിരന്നവയുമായ കടാക്ഷ കഥാവാ ആ കടാക്ഷം എന്നാണാവോ, കഥാവാ എന്നാണോ, കിമപി ലക്ഷ്യന്തേ ഒന്ന് കാണാൻ പറ്റുക, കിമപി ലക്ഷ്യന്തേ ലക്ഷ്യം അന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അത് എന്നാണാവോ ഇനി ഉണ്ടാകുന്നത്, എന്നാണാവോ. കന്ദർപ്പ പ്രതി ഭടജടാചന്ദ്രശിശിര. കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ? കാമദേവൻ. കന്ദർപ്പ പ്രതി ജടാചന്ദ്രശിശിര കാമദേവൻ്റെ വൈരി. അതാ ആരാ? ശിവൻ്റെ ജടയിലെ ചന്ദ്രൻ, ചന്ദ്രശിശിര തണുത്ത ചന്ദ്രൻ. എത്രയൊക്കെ എന്ത് പറയാനായിട്ടാണ് ഈ പറഞ്ഞത്? ഭഗവാന്റെ വർണ്ണനയാണ്. അതിനകത്ത് എന്തൊക്കെ വന്നു? കന്ദർപ്പ വൈരി ശിവനെ പറഞ്ഞു. ശിവൻ്റെ ജടയിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത്. ആ ചന്ദ്രനെ പോലെയാണ് ഭഗവാൻ എന്ന്. ശീതളനായിട്ടുള്ള ചന്ദ്രനെ പോലെ, തണുത്ത ചന്ദ്രനെ പോലെ. ചന്ദ്രന് തണുപ്പാണ് കേട്ടോ എപ്പോഴും, സൂര്യന് ചൂടും. അങ്ങനെ അതുകൊണ്ട് ചന്ദ്രവംശം സൂര്യവംശം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളും ഉണ്ട് അതിനകത്തുനിന്ന് പറയും. ചന്ദ്രനെ എപ്പോഴും നമ്മൾ കവികളൊക്കെ നിലാവ് എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ്റെ വെളിച്ചമാണല്ലോ രാത്രിയിൽ. രാത്രി സ്വതവേ കുളിർമയാണ് എപ്പോഴും, ചൂടുകാലത്ത് പോലും രാത്രിയിൽ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചന്ദ്രൻ തണുത്ത ഇതായിട്ടും സൂര്യനെ ചൂടായിട്ടും എപ്പോഴും നമ്മൾ പ്രതിനിധീകരിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യത്തിൻ്റെയും പിന്നെ ഉദാഹരണങ്ങൾ പറയുമ്പോഴൊക്കെ ചന്ദ്രൻ തണുപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പം എന്താ മധുവിധു എന്ന് പറയത്തില്ലേ? മധുവിധു അതും ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? ഹണിമൂൺ എന്ന് പറയുന്നത്. അതായത് തണുപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം ആണ് ഈ രാത്രിയിൽ. ചന്ദ്രൻ്റെ നിലാവുള്ള രാത്രികളെക്കുറിച്ചൊക്കെ കവികൾ ഒരുപാട് വർണ്ണിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, സാധാരണ കവിതകളിലുമൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ, ചന്ദ്രനെക്കുറിച്ച് പറയാൻ വേറൊരാളിനെ കൂട്ടുപിടിച്ചു. ഇവിടെ ആരാ? കന്ദർപ്പ പ്രതി ഭടജടാ ചന്ദ്രൻ. അതാ കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ വൈരിയാണ് ശിവൻ്റെ ജടയിലെ ചന്ദ്രനെ പോലെ എന്നാക്കിയിരിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിനകത്തൂടെ കൂടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളെന്നേ ഉള്ളൂ. മുരളി കേളി നിനദ. മുരളി കേളി എന്ന് വെച്ചാൽ മുരളി വായന, ഓടക്കുഴൽ വായന, മധുരനാദങ്ങൾ. കഥാവ ഇനി എന്നാണാവോ. കമപി അന്തസ്തോഷം. എൻ്റെ ഹൃദയത്തിൽ ആ തോഷം ആനന്ദം നൽകുന്നത് എന്ന് വെച്ചത് കണക്കില്ലാത്ത ആനന്ദം നൽകുന്നത് ദദതി എന്നാണാവോ നൽകുക. അതായത് കൃഷ്ണൻ്റെ കണ്ണുകളിലെ കൊണ്ടുള്ള നോട്ടം, കടാക്ഷം കാണുന്നതും അതുപോലെ മുരളീനാദം കേൾക്കുന്നതും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം, തൻ്റെ ആ തീവ്രമായ ആഗ്രഹം പറഞ്ഞു പോകുന്നതാണ് കവി ഇവിടെ. അധീരമാലോകിതമാർദ്രജൽപിതം ഗതം ച ഗംഭീരവിലാസമന്ധരം
അമന്തമാലിംഗിതമാകുലോന്മദസ്മിതം ച തേ നാഥ വദന്തി ഗോപികാഃ. മൂന്നാമത്തെ ലൈൻ അമന്തമാലിംഗിതമാകുലോന്മദസ്മിതം എന്ന് വായിക്കണം. അത് ഒന്നിച്ചുള്ള കേട്ടോ, സ്മിതം തന്നെയാണ്. ചതേ നാഥ വദന്തി ഗോപികാഃ. ഭഗവാനെ, അങ്ങയുടെ നോട്ടം ഇളകിക്കൊണ്ടിരിക്കുന്നതും വാക്കുകൾ വളരെ അലിവോട് കൂടിയതും കരുണയോട് കൂടിയതും, അങ്ങയുടെ നടത്തം ഗാംഭീര്യവും വളരെ സുന്ദരവും, പിന്നെ ആലിംഗനം അയവില്ലാത്തവയും എന്ന് വെച്ചാൽ ഒരു തളർന്ന ആലിംഗനമല്ല, ദൃഢമായ ആലിംഗനം, നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഭഗവാൻ. ആ തളർന്ന ഉൾച്ചിരി എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ചിരി, അതൊരു കള്ളച്ചിരിയാണ്. അതുതന്നെ കള്ളച്ചിരി കലർന്നതുമാണെന്നും ഗോപികമാർ പറയുന്നു. അതെല്ലാം എനിക്ക് കേൾക്കാനും കാണാനും ഇടവരണമേ എന്ന് കവിയുടെ പ്രാർത്ഥനയാണ്. അസ്തോകസ്മിതഭരമായതായതാക്ഷം, അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണമേ. അസ്തോകസ്മിതഭരം ആയതായതാക്ഷം നിശേഷസ്തനമൃദിതം വ്രജാംഗനാഭിഃ നിസ്സീമസ്തബകിത നീലകാന്തിധാരം ദൃശ്യാസം ത്രിഭുവനസുന്ദരം മഹസ്തേ. അസ്തോകസ്മിതഭരം, നന്നായിട്ട് പുഞ്ചിരി പൊഴിക്കുന്നതും, ആയതാക്ഷം എങ്ങനെയാ, വളരെ നീണ്ട കണ്ണുകളോട് കൂടിയതും, വ്രജാംഗന അത് ഗോപികമാർ, നിശേഷസ്തനമൃദിതം ആ സ്തനങ്ങൾ മുറുകെ മർദ്ദിക്കപ്പെട്ടതും, നിസ്സീമ സ്തബകിത നീലകാന്തിധാരം അതിർ കവിഞ്ഞതും പൂത്തുലയുന്ന അതോ നീലകാന്തി ഒഴുകുന്നതും, ത്രിഭുവന സുന്ദരം ഈ 3 ലോകത്തിലും ഏറ്റവും ഭംഗിയാർന്നതുമായ തേ മഹഃ അങ്ങയുടെ തേജസ്, ആ മഹത്വം, ദൃശ്യാസ്യം എനിക്ക് കാണുവാൻ അരയണമേ. എനിക്ക് അത് അദ്ദേഹത്തിനോട് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഇതെല്ലാം. മയി പ്രസാദം മധുരൈ കടാക്ഷൈർ വംശീ നിനാദാനുചരൈർവിധേഹി ത്വയി പ്രസന്നേ കിമിഹാപരൈർനഃ. ത്വയ്യപ്രസന്നേ എന്നാണ്, ത്വയ്യപ്രസന്നേ കിമിഹാപരൈർനഃ. വംശീനാഥം, വംശി എന്ന് പറഞ്ഞാൽ വേണു. എന്തോ വേണുവിനെക്കുറിച്ചൊരു കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. വേണുനാഥത്തെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആ മധുരമായ കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ നേരെ അനുഗ്രഹം പൊഴിക്കണമേ. അതുപോലെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ, ത്വയി പ്രസന്നെ അതായത് അങ്ങ് പ്രസാദിച്ചാൽ ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് എന്താണ്, അപരൈ കിം ന, അപരന്മാരെ കുറിച്ച് കൊണ്ട് എന്താണ് പ്രയോജനം, മറ്റുള്ളവരെ കൊണ്ട് എന്താണ് പിന്നെ പ്രയോജനം, അവിടുന്ന് മാത്രം മതി. ത്വയി അപ്രസന്നെ ഇഹ അപരൈ കിം നഹ, അതായത് അവിടുന്ന് അനുഗ്രഹിച്ചില്ലെങ്കിലോ മറ്റുള്ളവരെ കൊണ്ട് എന്ത് സാധിക്കും, മറ്റുള്ളവരൊക്കെ എനിക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നേടുമോ, ഒന്നും നേടാൻ പറ്റില്ല. അങ്ങ് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല. മറ്റുള്ളവരൊക്കെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല. രണ്ടും 2 തരത്തിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നിബദ്ധ മുഗ്ധാഞ്ജലിരേഷയാചേ നിരന്ധ്ര ദൈന്യോന്നതമുക്തകണ്ഠം ദയാംബുധേ ദേവ ഭവത്കടാക്ഷ ദാക്ഷിണ്യലേശേന സകൃൻ നിഷിഞ്ച. നിബദ്ധ മുഗ്ധാഞ്ജലി, നന്നായിട്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട്, 2 കൈകളും കൂപ്പിക്കൊണ്ട്, നിരന്ധ്ര ദൈന്യോന്നത മുക്തകണ്ഠക മനസ്സിൽ തിങ്ങിയ സങ്കടത്താൽ ഉറക്കെ വാവിട്ട് കരഞ്ഞുകൊണ്ട്, മുക്തകണ്ഠ എന്ന് വെച്ചാൽ വായിൽ നിന്ന് പതുക്കെയുള്ള കണ്ണിൽ കൂടി കണ്ണുനീര് വരവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉറക്കെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട്, യേശയാചേ ഞാൻ യാചിക്കുന്നു, ദയാംബുധേ ദേവ ഭവത് കടാക്ഷ ദാക്ഷിണ്യലേശേന സകൃത് നിഷിഞ്ച
അങ്ങയുടെ കരുണക്കടലായ ഭഗവാനെ അമ്പുധി കടൽ, ദയാംബുധി കരുണക്കടൽ, ഇത്രയേ ഉള്ളൂ. കാരുണ്യക്കടലായ ഭഗവാനെ അവിടുത്തെ നോട്ടം കൊണ്ട്, ദയാവായ്പിൻ്റെ ഒരു തുള്ളി കൊണ്ട് എന്നെ ഒന്ന് നോക്കിയാൽ മതി. ആ ദയ കൊണ്ട് ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ആ കാരുണ്യക്കടലായ ആ കടാക്ഷമാകുന്ന ദയാവായ്പിൻ്റെ ഒരു തുള്ളി കൊണ്ട് എന്നെ ഒന്ന് തളിക്കണമേ എന്ന് ആ അഭ്യർത്ഥന, അതും ഒരു പ്രാർത്ഥനയായിട്ട് കവി പറയുന്നു. ഹരി ഓം.